ഹലോ ഗൈസ്, നമ്മളിന്ന് ഡിസ്നിലാൻഡ് പാരീസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. ആക്ച്വലി പാരീസിൽ വന്നാൽ ഒട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഡിസ്നിലാൻഡ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ്സ് ലൈക്ക് സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് എ ഫെയറി ടെയിൽ. അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പോയാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. അവർ റിയലി എൻജോയ് ചെയ്യും കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മൾ വലിയവരും എൻജോയ് ചെയ്യും. കാരണം നമ്മൾ കുഞ്ഞിലെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഇതുപോലെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ പരേഡ് നടക്കുമായിരുന്നു. അപ്പം ഇതുപോലെ ഡിസ്നിയിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പരേഡ് അവിടെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇറ്റ്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ലൈക്ക് വേറൊരു ഫീലാണ്, വേറൊരു വൈബാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ ഇവരുടെ എല്ലാവരുടെയും തലയിൽ ഓരോ മിക്കി മൗസ് തീമിലെ ബാൻഡും ഹെയർ ബോസൊക്കെ ഉണ്ട്. ഇതിവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. യൂറോസിലാണ്. ബട്ട് അത് നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഒരു എക്സ്പെൻസീവ് സൈഡ് പോലെ നമുക്ക് തോന്നും. ചെറിയ എക്സ്പെൻസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഡിസ്നീൻ്റെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റാണ്. ഇപ്പോൾ ഡിസ്നിയുടെ സൈറ്റിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേറെ ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗെറ്റ് യുവർ ഗൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ അതിലൊക്കെ ടിക്കറ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ, തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ്. ഇത് ഭയങ്കര കേട്ടോ, നമ്മൾ നേരിട്ടൊക്കെ കാണുമ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഈവൻ ഫസ്റ്റ് ഞാൻ കരുതി പഴയടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ ലൈവിൽ ഇവരുടെ സൗണ്ട് തീമിലും ഇവരുടെ ഡയലോഗ്സൊക്കെ കേട്ട് നമ്മളവിടെ കറക്റ്റ് നിന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വേറെ ഫീലാണ് കേട്ടോ. ഉള്ളത് പറയല്ലോ, ക്ലോക്കിൽ കാണുന്ന പോലെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഏകദേശം 11-12 മണിയായി കേട്ടോ. ഇത്തിരി താമസിച്ചു പോയി. ആക്ച്വലി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ പോകണം. ഇത്തിരി ലേറ്റായിപ്പോയി. പിന്നെ ഒരു ദിവസം കൊണ്ട് ഡിസ്നിലാൻഡ് എക്സ്പ്ലോർ ചെയ്ത് തീരാൻ പറ്റത്തില്ല കേട്ടോ. ആക്ച്വലി 2 ദിവസമെങ്കിലും എടുക്കും ഡിസ്നിയിലെ എല്ലാ റൈഡ്സിലും നമ്മൾ കയറി ഒന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. ടിക്കറ്റ് എടുക്കുന്നതിന് റിലേറ്റഡും ഡിസ്നിലാൻഡിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ DM ചെയ്യാം. ഫോളോ ടു വാച്ച് മോർ വീഡിയോസ്. ബൈ. താങ്ക് യു.